ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ചട്ടിക്കറി വീഡിയോ ആയിട്ടാണ് കേട്ടോ. മൺചട്ടിയിൽ കുടംപുളി ഇട്ട് വറ്റിച്ച് നല്ല തിക്ക് ഗ്രേവിയോടുകൂടി ചെയ്തെടുക്കുന്ന ഒരു മീൻകറിയാണിത്. അപ്പോൾ നമുക്ക് ഈ ഫിഷ് ചട്ടിക്കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേർഡ് ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഏട്ട അല്ലെങ്കിൽ ക്യാറ്റ് ഫിഷ് എന്നൊക്കെ അറിയപ്പെടുന്നൊരു മീനാണിത്. ഞാനിവിടെ ഒരു 1/2 kg മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്കൊരു മൺചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 ചുവന്നുള്ളി, 4 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിൻ്റെ പച്ചപ്പൊക്കെ വിട്ട് ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനിൻ്റെ പീസസ് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണേ. മീൻകറി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് മൂടി വയ്ക്കാം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ടേസ്റ്റി ആയിട്ടുള്ള മീൻ ചട്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കപ്പ വേവിച്ചതും ഈ മീൻകറിയും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ടല്ലോ. ആഹാ, സ്വർഗ്ഗമാണ്, സ്വർഗ്ഗം. അപ്പോൾ നിങ്ങൾക്ക് മീൻകറിയുടെ കൂടെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.